ഹലോ ഗൈസ്, അഹ്റാസ് ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ്. ഏതൊരു കാര്യമാണെങ്കിലും അതിന് നിയമങ്ങളും ചട്ടക്കൂടുകളൊക്കെ ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പോസ്റ്റർ വളരെ മികച്ച ഒരു പോസ്റ്ററായി തന്നെ മാറും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നിർമ്മിക്കുന്ന പോസ്റ്റർ എന്താവശ്യത്തിന് വേണ്ടിയാണോ നിർമ്മിക്കുന്നത് അതിനനുസരിച്ചുള്ള സൈസിൽ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ ക്യാൻവാസ് അതിനനുസരിച്ചുള്ള സൈസിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ സൈസ് ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് പോസ്റ്റ് ഇടാൻ വേണ്ടിയാണെങ്കിൽ അതിനനുസരിച്ച്, അതല്ല യൂട്യൂബ് തമ്പനെയിൽ നിർമ്മിക്കാനാണെങ്കിൽ അതിൻ്റെ സൈസിന്, അല്ലെങ്കിൽ ഇപ്പം 4:3 റേഷ്യോ ഒക്കെ ആണ് എങ്കിൽ അതിനനുസരിച്ചുള്ള സൈസ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിനാണെങ്കിൽ നമ്മൾ 1080 വെഡ്ത്തും ഹൈറ്റും 1080 കൊടുക്കേണ്ടത്. അതുപോലെ മറ്റു ആവശ്യങ്ങൾക്ക് ഇപ്പം A4, A3 ഇതൊക്കെ പ്രിന്റിങ് ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പിക്സൽ ലാബിൽ എഡിറ്റ് ചെയ്യും. അപ്പം അതിനൊക്കെ അതിൻ്റെതായ റേഷ്യോ ഉണ്ട്. ഇപ്പം ചിലവർ നമുക്ക് ബാനർ അതുപോലെ ഫ്ലക്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മളോട് ഇഞ്ചിലായിരിക്കും സൈസ് പറയാം. പക്ഷേ നമ്മുടെ അടുത്ത് ഇതിൽ പിക്സലിൽ കണക്കിനാണ് നമുക്ക് ഇതിൽ സൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് യൂണിറ്റ് കൺവെർട്ടർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് അതുപോലെ ഇപ്പോൾ ഒരു 10 ഇഞ്ചാണെന്ന് പറഞ്ഞെങ്കിൽ 10 ഇഞ്ചിനെ കൺവേർട്ട് ചെയ്യുക പിക്സലിലേക്ക്. എന്നിട്ട് ആ പിക്സലിൽ നമ്മൾ എന്താണ് കൊടുത്തു ഹൈറ്റും കൊടുക്കാം. അപ്പം 5 ഇഞ്ച് നമ്മളോട് പറഞ്ഞത് 5 ഇഞ്ച് ഹൈറ്റും അതുപോലെ 10 ഇഞ്ച് വിടുത്തുമുള്ള ഒരു ബാനർ ചെയ്യാനാണ്, ഫ്ലക്സ് ചെയ്യാനാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ യൂണിറ്റ് കൺവെർട്ടർ എടുക്കുക. എന്നിട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ ലഭിക്കുന്ന പിക്സൽസ് നമ്മൾ ഇവിടെ കൊടുക്കുക, വിടുത്തും ഹൈറ്റും. അപ്പം നമുക്ക് അതിനനുസരിച്ച് ആ സൈസിൽ നമുക്ക് പോസ്റ്റർ ചെയ്യാൻ കഴിയും. അപ്പം ഇവിടെ പ്രധാനപ്പെട്ട ചില റേഷ്യോസിൻ്റെ ഇത് നമ്മുടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. നമ്മളിപ്പോൾ ഈ 2 പോസ്റ്ററിലേക്ക് നോക്കുക. ഇതിലെ കണ്ടന്റ് ഒക്കെ കറക്റ്റ് കൊടുത്താലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, രണ്ടാമത്തെ പോസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കണ്ടന്റിനെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ അത് അത്ര അങ്ങനത്തെ രസമില്ലാത്ത, ഭംഗിയില്ലാത്തൊരു പോസ്റ്ററാണ്. അപ്പോൾ എന്താണ്, ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു പോസ്റ്ററിലെ പ്രധാന ഘടകമാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിനെ കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ടെക്സ്റ്റിന്റെ കളർ ലൈറ്റ് കളർ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് കളറിൽ കൊടുക്കുക. അപ്പം നമുക്ക് ടെക്സ്റ്റിനെ എടുത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ കളറിന് ഡാർക്ക് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ് കളറായിട്ട് കൊടുക്കുക, ഈ പോസ്റ്ററിലൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രധാന ഘടകമാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് ലഭിക്കേണ്ടത്, നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യാനൊന്നും അറിയില്ല. നമുക്ക് പലയിടത്തും ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ലഭിക്കാറില്ല. അത് എങ്ങനെ എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, അതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ പറയുന്നതാണ്. അടുത്തത് നമ്മൾ നമ്മുടെ പോസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റിന്റെ ഫോണ്ടിന്റെ സൈസ് ഒക്കെ ഇപ്പം ഈ 2 പോസ്റ്ററിലും നോക്കിയാൽ മനസ്സിലാകും ഫോണ്ടിന്റെ സൈസ് എത്രത്തോളം പ്രാധാന്യമാണെന്ന്. നമ്മൾ ഫോണ്ടിന്റെ സൈസൊക്കെ കൊടുക്കുമ്പോൾ ഓരോ പോസ്റ്റർ, ഫ്ലക്സ് ഓരോന്നിനും ഓരോന്നാണ് കൊടുക്കേണ്ടത്. ഫ്ലക്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം വലിയ ഫോണ്ട് തന്നെ കൊടുക്കാം, വലിയ സൈസിൽ തന്നെ ഫോണ്ട് ടെക്സ്റ്റ് കൊടുക്കാം. പോസ്റ്ററിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മിനിമം സൈസിന് ഫോണ്ടിന്റെ സൈസ് മിനിമം കൊടുത്താൽ മതി. ഇപ്പം ഈ പോസ്റ്ററിലൊക്കെ ഉള്ളതുപോലെ നമ്മൾ പോസ്റ്റർ നിർമ്മിക്കാനാണെങ്കിൽ ഇതുപോലെ കൊടുത്താൽ മതി. ഫ്ലക്സ് ആകുമ്പോൾ അതിനനുസരിച്ച് സൈസ് കൂട്ടാം. പക്ഷേ ഈ
ഈ പോസ്റ്റർ ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടാമത്തെ പോസ്റ്റർ, ഇതിലുള്ള സൈസ് ഇതുപോലെ കൊടുക്കരുത്. കാരണം ഒന്നാമത് നമ്മൾ പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ അസൈൻമെന്റ് പോലത്തൊക്കെ എഴുതുമ്പോൾ നമ്മൾ ബോർഡർ കൊടുക്കുമല്ലോ, അതുപോലെ ഇതിനൊരു ബോർഡർ നമ്മൾ മനസ്സ് കണ്ടിട്ട് ചെയ്യണം. ഒരു ബോർഡർ ഇവിടെ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് ചെയ്യണം. ഉണ്ടല്ലേ, ഇവിടെ ഒരു ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ പോസ്റ്ററിൽ. അതുപോലെ നമ്മൾ രണ്ടാമത്തെ പോസ്റ്ററിൽ അതുപോലെയല്ല കൊടുത്തത്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് നമ്മളെ പോസ്റ്റർ കാണാൻ, പോസ്റ്ററിന്റെ ഭംഗി ഇതാവും. അതുപോലെ തന്നെ അലൈൻമെന്റ്, നമ്മൾ ഒരു ടെക്സ്റ്റ് ഇവിടെ, ഒരു ടെക്സ്റ്റ് പുറത്തും അങ്ങനെയൊന്നും കൊടുക്കരുത്. ടെക്സ്റ്റുകൾ അതിനനുസരിച്ച് അടുക്കി വെക്കണം. ഒരു സൈഡിലാണ് നമ്മൾ ടെക്സ്റ്റുകൾ കൊടുത്തതെങ്കിൽ താഴെ ആയിട്ട് അതനുസരിച്ച് കൊടുക്കാം. പിന്നെ ഡിസൈനിനനുസരിച്ച് നമ്മൾ ടെക്സ്റ്റ് അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാതെ നമ്മൾ ആകെ ഒരു ചിന്നിച്ചിതറിയ രൂപത്തിൽ ടെക്സ്റ്റ് കൊടുക്കരുത്. അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ കളർ, ഇപ്പൊ ഈ പോസ്റ്ററിലുണ്ട് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയപ്പം ലൈറ്റ് ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് ടെക്സ്റ്റിനെ പെട്ടെന്ന് കാണാൻ സാധിക്കൂല, എടുത്ത് കാണാൻ കഴിയൂല. അത് വളരെ ബോറായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ടെക്സ്റ്റിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് കാണുന്ന ഒരു കളർ കൊടുക്കുക. അത് നേരത്തെ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളർ ആണെങ്കിൽ ടെക്സ്റ്റ് ഡാർക്ക് കളറിൽ കൊടുക്കുക. അഥവാ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആണെങ്കിൽ ടെക്സ്റ്റ് ലൈറ്റ് കളറിൽ കൊടുക്കുക. അതും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ ഫോണ്ട്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഫോണ്ടൊന്നും നമ്മൾ പോസ്റ്ററിൽ കൊടുക്കരുത്. ആ പോസ്റ്ററിനോട് യോജിക്കുന്ന, ആ വിഷയത്തോട് യോജിക്കുന്ന രീതിയിലുള്ള സ്റ്റൈല് ഫോണ്ടിന് ഉണ്ടായിരിക്കണം. പലതരത്തിലുള്ള ഫോണ്ടുകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വിഷയത്തോട് യോജിക്കുന്ന തരത്തിൽ ഉള്ള ഫോണ്ടുകളും സ്റ്റാൻഡേർഡ് ഫോണ്ടുകളും മാത്രം ഡിസൈനിന് വേണ്ടി ഉപയോഗിക്കുക. അതാകുമ്പോൾ കൂടുതൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആഡ് ചെയ്യുന്ന ഇമേജുകൾ, നമ്മളിപ്പം അഭിനന്ദനങ്ങൾ പോസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുപോലെയല്ല ആദരാഞ്ജലികൾക്ക് വേണ്ടി പോസ്റ്റർ ചെയ്യുമ്പോൾ. രണ്ട് രീതിയിലാണ്. അപ്പം സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ലെയറുകളും ടെക്സ്റ്റുകളും അതിൻ്റെ രീതികളും ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമ്മുടെ പോസ്റ്റർ കൂടുതൽ അട്രാക്റ്റീവ് ആവും. പോസ്റ്ററിനെ കാണുമ്പോൾ കൂടുതൽ ഒരു ഇംപ്രഷൻ കിട്ടും. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോസ്റ്ററുകൾ കൂടുതൽ മികവുറ്റതാക്കാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ പോസ്റ്ററിനെ കൂടുതൽ മികവുറ്റതാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മറ്റു കുറേ കാര്യങ്ങൾ ഇനിയുമുണ്ട്, അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറയാം. അപ്പം എല്ലാവരും ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.